റജബിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ഒന്നാണ് റജബിലെ ആദ്യത്തെ രാത്രി എന്ന് പറയുന്നത്, അഥവാ ഇന്നത്തെ രാത്രി. അതിന് ധാരാളം പ്രത്യേകതയുണ്ട്. ലൈലത്തുൽ ഖദറിനെ നമ്മൾ ആദരിക്കും. ഷഅബാൻ 15 ബറാഅത്ത് രാവിലെ നമ്മൾ ആദരിക്കും. യാസീനൊക്കെ ഓതി നല്ല മധുരമൊക്കെ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിനെ നമ്മൾ ആഘോഷിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്, റജബ് മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റജബിന്റെ ആദ്യത്തെ 10-ലാണ്. ഷഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷഅബാന്റെ 2ാമത്തെ 10-ലാണ്. റമളാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റമളാന്റെ 3ാമത്തെ 10-ലാണ്. എന്താ പറയുന്ന അർത്ഥം? റജബ് മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റജബിലെ ആദ്യത്തെ രാവ് ഉൾക്കൊള്ളുന്നത് റജബിലെ ആദ്യ 10-ലാണ്. അതുകൊണ്ട് റജബിലെ ഏറ്റവും പരിശുദ്ധമായ ദിവസങ്ങൾ റജബിലെ ആദ്യ 10-ൽപ്പെട്ട ദിവസങ്ങളാകുന്നു. ഷഅബാനിലെ പരിശുദ്ധമായ ദിവസം നിസ്ഫു ഷഅബാനാണ്. അതുകൊണ്ട് അത് 2ാമത്തെ 10-ആണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. റമളാനിൽ ലൈലത്തുൽ ഖദർ ഉള്ളത് 3ാമത്തെ 10-ലായതുകൊണ്ട് 3ാമത്തെ 10-നാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധിയുള്ളത് എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. അപ്പോൾ റജബിന്റെ ആദ്യത്തെ രാത്രി അത് നമ്മൾ നന്നായി ഉപയോഗിക്കേണ്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബസ്റയിലുള്ള ഹജ്ജാജ് ഇബ്നു അർത്തായിലേക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു വർഷത്തിൽ 4 രാത്രികളെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ആ രാത്രികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അശ്രദ്ധവാന്മാരായി പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ രാത്രി? ഒന്ന് ഔവ്വലു ലൈലത്തിൻ മിൻ റജബിൻ, റജബിലെ ആദ്യത്തെ രാത്രിയാണത്. ആ രാത്രി നമ്മൾ അശ്രദ്ധവാന്മാരായി പോകാൻ പാടില്ല. പിന്നെ പറയുന്ന രാത്രി എന്ന് പറയുന്നത് വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയിലുള്ള രാത്രിയാണ്. പിന്നെ പറയുന്ന രാത്രി റജബ് 27-ലെ രാത്രിയാണ്. നമുക്കതിനെ കുറിച്ച് പറയാം, ഇസ്രാ മിഅ്റാജ് ഒക്കെ. പിന്നെ ഈദുൽ ഫിത്റിന്റെ രാത്രി. ഈ രാത്രികളെ നിങ്ങൾ യാതൊരു കാരണവശത്താലും അശ്രദ്ധവാന്മാരായി കൊണ്ട് കളയാൻ പാടില്ല എന്ന് പറയാണ്. ഇനിയുണ്ട് മഹാനായ ധാരാളം പ്രത്യേകത ഇത് പറയുന്നുണ്ട്. മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ അവിടുത്തെ കിതാബ് ഉന്യത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്ത്? റജബില് പ്രത്യേകം റജബിന്റെ 1ാമത്തെ രാത്രിയിൽ ചൊല്ലേണ്ട ദിക്റുകൾ തന്നെ മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ആ ദിവസത്തിന് ഇത്ര പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മഹാനവറുകൾ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന 4 രാത്രികൾ, അതിലൊരു രാത്രി എന്ന് പറയുന്നത് റജബിലെ ആദ്യ രാത്രിയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ റജബിലെ ആദ്യ രാത്രിക്ക് ധാരാളം സവിശേഷതകളുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇവരൊക്കെ റജബിലെ ആദ്യ രാത്രി ആരാധനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടവരായിരുന്നു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പവിത്രതയും ഏറെ പ്രത്യേകതയും നൽകിയൊരു രാത്രിയാണ് റജബിലുള്ള ആദ്യത്തെ രാത്രി എന്ന് പറയുന്നത്. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റജബ് മാസത്തിന്റെ ആദ്യത്തെ 10-ന് ഏറ്റവും കൂടുതൽ പരിശുദ്ധിയുണ്ട് എന്ന് പറയാനുള്ള കാരണം റജബ് മാസത്തിന്റെ ആദ്യത്തെ രാവ് ആദ്യത്തെ 10-ലായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധിയുണ്ട് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബിന്റെ ആദ്യത്തെ രാത്രിയെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് റജബിലെ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാത്രിയാണ്, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. അതുകൊണ്ടാണ് ഈ മഹാത്മാക്കളൊക്കെ അതിന് ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ ദുആ ചെയ്യാനുള്ള സമയം കണ്ടെത്തണം, ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ഈ രാത്രി നമുക്ക് നന്നായി സമ്പന്നമാക്കാൻ കഴിയണം. എങ്ങനെ സമ്പന്നമാക്കാൻ പറ്റും? ഇന്നത്തെ മഗ്രിബ് നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാം, മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് കൃത്യമായി നിസ്കരിക്കാം, മുൽക്ക് സൂറത്തോതാം, ബാഖിയ സൂറത്തോതാം, യാസീൻ സൂറത്തോതാം. ഇതെല്ലാം ഓതിയിട്ട് ഇശാ കഴിഞ്ഞ് കഴിയുമെങ്കിൽ 11 റക്അത്ത് വിത്ർ നിസ്കരിക്കാം, അല്ലെങ്കിൽ 3 റക്അത്ത് ചുരുങ്ങി നിസ്കരിക്കാം. എന്നിട്ട് അല്പം ഖുർആൻ ഓതാം, ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇസ്തിഗ്ഫാറുകളൊക്കെ ചൊല്ലാം. റജബിന്റെ ആദ്യ രാത്രി പ്രത്യേക നിസ്കാര സുന്നത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെയല്ല. പക്ഷേ പരിഗണിക്കപ്പെടുക എന്ന രൂപത്തിൽ അമലുകൾ സിയാറത്താക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ചെയ്യാം. എന്നിട്ട് തഹജ്ജുദിന്റെ സമയത്ത് ഒന്ന് നേരത്തെ എഴുന്നേൽക്കാം. നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലി
സുബ്ഹിയുടെ വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ഇരുന്ന് നന്നായി ദുആ ചെയ്യുക. എന്തൊക്കെ കാര്യം ചോദിക്കാണ്ട്, എത്ര ദോഷങ്ങൾ പുറത്ത് കിട്ടാനുണ്ട്, എത്ര കടങ്ങൾ വീടി കിട്ടാനുണ്ട്, എന്തൊക്കെ അസുഖങ്ങൾ ശിഫയായി കിട്ടാനുണ്ട് ഒക്കെ ചോദിക്കണ്ടേ. ഈ രാത്രി ചോദിച്ചാൽ ഉത്തരം നൽകും എന്ന് അള്ളാഹു തആല പറഞ്ഞെങ്കിൽ അത് ചോദിക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഈ രാത്രി ചോദിക്കണം, നമ്മൾ നന്നായി ചോദിക്കണം. അത് ചോദിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു തആല ഉത്തരം നൽകും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഉത്തരം നൽകാൻ അള്ളാഹു തയ്യാറാണ്. ചോദിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഗഫലത്തിലായി പോകാൻ പാടില്ല. ഇന്നത്തെ രാത്രി നമ്മൾ ഒരിക്കലും ഗഫലത്തിലായി പോകാൻ പാടില്ല.